മുശ്രിക്കാവും. അതുപോലെ തന്നെ എന്ത് ചെയ്താൽ, എന്ത് തിന്മ ചെയ്താൽ ആ തിന്മ മുഴുവൻ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന, കളവ് പറഞ്ഞ മുശ്രിക്ക്, കളവ് പറഞ്ഞ അപ്പൊ മുശ്രിക്കാവും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തില് ഈ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, ശിക്ഷാർഹമായ കാര്യങ്ങൾ ചെയ്താൽ അപ്പൊ തന്നെ മുശ്രിക്കാവും. ഈ ഒരു വാദത്തിലേക്കാണ് സത്യത്തിൽ എന്തെടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി പോകുന്നത്. ആ റാസിയുടെ വാചകം അങ്ങനെ തന്നെ സ്വീകരിച്ചാൽ അങ്ങനെ ജമാഅത്തിന് വാദം ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇനി അങ്ങനെ ഇല്ല എന്ന് ജമാഅത്തുകാർ പറയണം. അങ്ങനെ ഞങ്ങൾക്ക് വാദം ഇല്ല. പാപം ചെയ്തവൻ മുശ്രിക്കാകും എന്ന വാദം ഞങ്ങൾക്കില്ല. കള്ളുകുടിച്ചോ മുശ്രിക്കാകുമെന്ന വാദം ഞങ്ങൾക്കില്ല. വ്യഭിചരിച്ചവൻ മുശ്രിക്കാകുമെന്ന വാദം ഞങ്ങൾക്കില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ സമ്മതിച്ചാൽ, അങ്ങനെ അവർ പ്രഖ്യാപിച്ചാൽ റാസി ഇമാമിന് അവർക്ക് തെളിവില്ല. അല്ലെങ്കിൽ ആ പറഞ്ഞ റാസി ഇമാമിന്റെ തഫ്സീറിൽ യാസീന്റെ വിശദീകരണമായി ജമാഅത്തുകാർ ഉദ്ധരിക്കുന്ന ആ വാചകത്തിൽ അവർക്ക് തെളിവില്ല എന്ന് കിട്ടും. 2000 ജമാഅത്തിന് കൊടുക്കാൻ അവര് പറയാണ് ഞങ്ങൾക്ക് ഒരു പാപി മുശ്രിക്കല്ല, മുശ്രിക്കാണെന്ന വാദില്ല. കള്ളു കുടിച്ചാൽ മുശ്രിക്കാവും. കള്ളു കുടിച്ചാൽ പാപമാണ്, തെറ്റാണ്. പക്ഷെ അയാൾ മുശ്രിക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വ്യഭിചരിച്ചാൽ അത് തെറ്റാണ്, കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. എന്നാൽ അയാൾ മുശ്രിക്കാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ശിർക്കിന് താഴെയുള്ള പാപങ്ങളാണ് കള്ളുകുടി, വ്യഭിചാരമൊക്കെ. അതുകൊണ്ട് തന്നെ കള്ളു കുടിച്ചോ മുശ്രിക്കല്ല, അവൻ പാപിയാണ്. ആ പാപം ചെയ്തുകൊണ്ടാണ് ശിർക്ക് ചെയ്തവരാകൂല. അതുകൊണ്ട് പാപി മുശ്രിക്കാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്നാണ് ജമാഅത്ത് പറയുന്നതെങ്കിൽ റാസി ഇമാം പറഞ്ഞ ആ വാചകത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് തെളിവില്ല. ഇനി റാസി പറഞ്ഞതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന്, അല്ലെങ്കിൽ റാസിയുടെ തഫ്സീറിൽ കണ്ട ആ വാചകമാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് ജമാഅത്തുകാർ പറയുകയാണെങ്കിൽ പാപങ്ങൾ മുശ്രിക്കുകളാണ്, പാപം ചെയ്താൽ മുശ്രിക്കാവുമെന്ന വാദം ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ട്. അപ്പൊ ഉമർ മൗലവി പറഞ്ഞത് ശരിയാവും. അപ്പൊ ഉമർ മൗലവി പറഞ്ഞത് ശരിയാവും. അപ്പൊ ഇനി അവര് നറുക്കിടുക, ടോസ് ഇടുക, ഏത് വേണം എന്നിട്ട് തീരുമാനിച്ചിട്ട് വിവരറിയിക്കാൻ ബാക്കി പറഞ്ഞുതരാം. ടോസ് ഇട്ട് തീരുമാനിക്കണം. ഏതായാലും റാസി ഇമാമാണ് എഴുതിയത് എന്ന് ഖണ്ഡിതമായി തെളിവില്ലാത്തവര്. അപ്പൊ മൂപ്പർക്കൊരു ആശ്വാസം. എന്താ ആശ്വാസം? മൂപ്പർ പറഞ്ഞത് എന്നാലും മൗദൂദിക്ക് മുമ്പ് ഒരാൾ പറഞ്ഞില്ലേ, മൗദൂദിക്ക് മുമ്പ് ഒരാൾ പറഞ്ഞത് കിട്ടിയില്ലേ, അത് പറഞ്ഞിട്ടുണ്ട്. മൗദൂദിക്ക് മുമ്പ് ഒരാളും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? മൗദൂദി പറഞ്ഞത് മൗദൂദിക്ക് മുമ്പുള്ള ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാല് ആരും പറഞ്ഞിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം. പറഞ്ഞിട്ടുണ്ട്. ആര്? ഇസ്ലാമിക വിരുദ്ധര്. ഇസ്ലാമിക വിരുദ്ധര് പറഞ്ഞിട്ടുണ്ട്. മൗദൂദിക്ക് മുമ്പ് ഇസ്ലാമിക ലോകത്ത് ആരും അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അംഗീകൃതരായ ആരും പറഞ്ഞിട്ടില്ല. ഖവാരിജികൾ പറഞ്ഞിട്ടുണ്ട്. ഖവാരിജികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മൗദൂദിയുടെ ഇസ്ലാം മതം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ ഈമാൻ കാര്യം വിശദീകരിക്കുന്നുണ്ട്. എത്ര? 5. ഈ കാര്യം 5. അപ്പൊ ഒരാൾ പറയാണ് മൗദൂദിക്ക് മുമ്പ് ഒരാളും തന്നെ ഈമാൻ കാര്യം 5 എന്ന് പറഞ്ഞിട്ടില്ല. മൗദൂദി ഇതാ ഖദറിലെ വിശ്വാസം നീക്കിയിരിക്കുന്നു എന്ന് പറയും. അപ്പോ ശൈഖ് മുഹമ്മദ് മറിച്ചു അപ്പൊ സഹീഹ് മുസ്ലിമിന്റെ ഹദീസ് തന്നെ എന്ത്? മുമ്പൊരു വിഭാഗം ഉണ്ടായിരുന്നു, അവർ ഖദറിനെ നിഷേധിക്കുന്നവരായിരുന്നു. മൗദൂദി സാഹിബാണ് ആദ്യമായി ഖദറിനെ നിഷേധിച്ചെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എടുത്തോ സർട്ടിഫിക്കറ്റ്? ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തോ. ഖദരിയാക്കൾ പണ്ട് ഖദറിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് ആരും ഖദറിനെ നിശ്ചയിച്ചില്ല എന്ന് പറഞ്ഞാൽ അംഗീകൃതരായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആരും ഖദറിനെ നിശ്ചയിച്ചില്ല. അതുപോലെ ഈ വാദം മൗദൂദിക്ക് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല, അംഗീകൃതരായ ആരും പറഞ്ഞിട്ടില്ല എന്നാ. ഇനി അംഗീകൃതരല്ലാത്ത പലരും പറഞ്ഞിട്ടുണ്ട്, ഖവാരിജികൾ പറഞ്ഞിട്ടുണ്ട്. ആ വാദം മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്. ആ വാദം കടമെടുത്തിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതാണ് ഇസ്ലാമിക ലോകത്ത് സുന്നത്തി ജമാഅത്തിന്റെ ലോകത്ത് നിങ്ങളാണ്, അല്ലെങ്കിൽ മൗദൂദി സാഹിബാണ് ഈ വിഷയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. മനസ്സിലായോ? ആ രൂപത്തിൽ അത് പറഞ്ഞത് മുമ്പ് ഒരാൾ എഴുതിയത് കിട്ടിയാൽ മതിയെങ്കിൽ അതെല്ലാത്തിനും. അതാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കി പറയാൻ. പിന്നെന്താണ്? പിന്നെയും തീരുന്നില്ല. പിന്നെ വലിയൊരു അപരാധം. ഇതാണ് ഈ വിഷയത്തിന്റെ ക്ലൈമാക്സ്. മൂപ്പർ എങ്ങനെയായിരുന്നു? എന്താ അറിയോ? ഇങ്ങനെ ഉമർ മൗലവി ഉരുട്ടി കൊണ്ടുവന്നിട്ട് അവസാനം ഒരു ക്ലൈമാക്സിന് പറ്റിയ രൂപത്തിൽ അതാകണം മൂപ്പർക്ക് ഒരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരു ഉദ്ധരണി അദ്ദേഹം വളരെ സൂക്ഷ്മമായി മാറ്റിവെച്ചിരുന്നു. ആ മാറ്റിവെച്ച ഉദ്ധരണി അദ്ദേഹം വളരെ വികാരപരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കുക മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ ചാനൽ വഴി വളരെ ശക്തമായിട്ട് എന്തെടുക്കാണ് ഒരു പ്രചരണം. കണ്ടോ, റാസിക്ക് തെറ്റി, അതുപോലെ തന്നെ തുറയ്ക്ക് തെറ്റി, കുർത്തുബിക്ക് തെറ്റി, ഇയാൾ ആരാണ്? അങ്ങനെ ഒരു കുശുകുശുപ്പ് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ ചാനൽ വഴി നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പൊന്നാര മക്കളെ വീടാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അത് കൂടി നമ്മളൊന്ന് കേട്ടു. ഇനി
ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം. ഇബാദത്ത് അള്ളാഹുവിനല്ലാതെ ചെയ്യരുത് എന്നും താവൂത്തിന് ഇബാദത്ത് ചെയ്യരുത് എന്നും പറയുന്ന നേരത്തെ ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥമാക്കിയതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉത്ഭവിച്ചത്. 100 കണക്കിന് സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചുള്ള ഇബാദത്തിന് 2 or 3 സ്ഥലങ്ങളിൽ അനുസരണം എന്ന് ഉദ്ദേശിക്കാമെന്ന് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ആ അർത്ഥം കൊണ്ട് സായുജ്യം നേടാനുള്ള വ്യഗ്രതയിൽ സംഭവിച്ചു പോയതാണ് ഇതെല്ലാം. സൽസബീൽ 17 1972 ജൂലൈ. ഇവിടെ എന്താ സംഭവം? അഥവാ ഇബാദത്ത് എന്ന പദത്തിന് 2-3 സ്ഥലങ്ങളിൽ ഖുർആനിൽ അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ മൗലവി സാഹിബ് പറയുന്നു. ഇക്കാര്യം ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ എന്താണ് ഇത് സംബന്ധമായുള്ള മുജാഹിദ് സഹോദരന്മാരുടെ വാദമെന്ന് നിമിഷം ഓർത്ത് നോക്കൂ. അവർ പറയുന്നു, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമേ ഇല്ല, ശറിയയിൽ പ്രയോഗിക്കാൻ പാടില്ല. മൗദൂദ് സാഹിബ് മുമ്പാരും അങ്ങനെ അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടില്ല, അടിമത്തം എന്ന അർത്ഥം പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ തന്നെ പലപ്പോഴും പറയുന്നു അങ്ങനെ പറഞ്ഞതായി. ഏറ്റവും അവസാനമായി ഉമർ മൗലവി സാഹിബ് റാസി അങ്ങനെ പറഞ്ഞു. റാസി മഹാപണ്ഡിതനാണ്, പരമാബദ്ധമതാണെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു 2-3 സ്ഥലങ്ങൾ അങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതി എല്ലായിടത്തേക്കും കൊണ്ടുപോയിട്ടില്ല മേസാമി, ആ പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഇനി എന്താണ് അദ്ദേഹം ഒന്നുകൂടി പറയുന്നവർ നോക്കൂ. മുസ്ലിം ലോകം ഇമാമുൽ മുഫസ്സിരീൻ എന്ന ആദരണീയ സ്ഥാനം നൽകി സ്വീകരിച്ച മഹാപണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമാണ് ഇബ്നു ജരീർ തുബരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് ഇബാദത്തിന്റെ അർത്ഥകൽപ്പനയിൽ പിശക് പറ്റിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ 50-ൽ പരം അറിയപ്പെട്ട മഹാപണ്ഡിതന്മാർ ചേർന്ന് തയ്യാറാക്കിയതെന്ന് പ്രസ്താവിക്കപ്പെടുന്ന ഒരു പാഠപുസ്തകത്തിൽ ഇബാദത്തിന് അർത്ഥം നൽകിയത് തെറ്റാണെന്ന കാര്യം തെര്യപ്പെടുത്തുന്ന ഒരു വിയോജനക്കുറിപ്പ് അറബിയിൽ ഞാൻ തയ്യാറാക്കി അച്ചടിച്ച് ബന്ധപ്പെട്ട കേന്ദ്രത്തിലേക്കും മറ്റും അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് സെൽസബീലിന്റെ 98 ഫെബ്രുവരിയിലെ സെൽസബീലിന്റെ കഷ്ടമാണ്. പേജ് 51. ഈ സെൽസബീൽ ഞാൻ ഇവിടെ എടുക്കുവാനുള്ള കാരണം മറ്റ് സെൽസബീലിൽ നിന്ന് വ്യത്യസ്തമായി ഉമർ മൗലവി സാഹിബ് തന്നെ ഇതിൽ പറയുന്നു, ഇബ്നു ജരീർ തുബരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം തെറ്റാണ്. അപ്പൊ ഇബ്നു ജരീർ തുബരിക്ക് തെറ്റിയിരിക്കുന്നു, ഇമാം റാസിക്ക് തെറ്റിയിരിക്കുന്നു. സൗദി അറേബ്യയിൽ 50 പണ്ഡിതന്മാർ കൂടി ഇബാദത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ അവർക്കും തെറ്റിയിരിക്കുന്നു. അതിന് ഉമർ മൗലവി സാഹിബ് അത് തെറ്റി എന്ന് പറഞ്ഞ അറബി കത്തയച്ചു. ആ കത്തിന് മറുപടി എന്താ കത്തിനുള്ളത്? തിരുത്തിയോ? ഉമർ മൗലവി ശരി, ബാക്കി എല്ലാവരും തെറ്റുന്നാണോ? ഇത് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അവസാനിച്ചില്ല. ഇത് സെൽസബീലിന്റെ മറ്റൊരു